വിജയിക്കും. പൊന്നാനിയിൽ ഇത്ര നല്ല രാഷ്ട്രീയ സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി ലീഗിന്റെ ഭാഗത്തുനിന്ന് PM സലാമിന്റെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസി വാക്ക് ഓവറിൻ്റെ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നത്. ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ UDF പറയുന്നത് 100% ശരിയാണ് എന്ന് തെളിയിക്കപ്പെടും. ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ഞങ്ങൾ പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും കേരളത്തിലെ 20 സീറ്റിൽ UDF ജയിക്കും. പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗിൻ്റെ UDFന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, പ്രധാനമായിട്ട് അനുമോദ് ഇടത് സ്ഥാനാർത്ഥിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെയാണ് ബാധിക്കുന്നത്? അത് ആർക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അപർണ, അഭിലാഷ്, ഇന്നിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പോളിംഗ് ശതമാനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇവാലുവേഷനും അതിന്റെ വിലയിരുത്തലും ഒക്കെ തന്നെ പ്രാഥമികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, പൊന്നാനിയിൽ വലിയ ഒരു അട്ടിമറി ജയത്തിന് സാധ്യത വളരെ കുറവാണ്. അതായത് വ്യക്തിപരമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. പൊതുവെ ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അങ്ങനെ ആകണമെന്നില്ല, സാധ്യത ഒരു അട്ടിമറിക്ക് സാധ്യത കുറവാണ്. അവിടെ നേരത്തെ ഹംസ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഇനി അഥവാ ഒരു അട്ടിമറി ഉണ്ടാവുകയാൽ തന്നെ അതൊരു 20,000-നും 30,000-നും ഇടയ്ക്കുള്ള ചെറിയ ഒരു മാർജിനുള്ള ജയമായിരിക്കും ഉണ്ടാവുക. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. ഒന്ന്, സമസ്തയുടെ വോട്ടുകൾ അത് എൻ ബ്ലോക്കായിട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്നൊരിക്കലും പറയാൻ കഴിയുകയില്ല. അവിടെ ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണം സമസ്തയുടെ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്യാത്തതാകാം. അതൊന്ന് സാധ്യതയാണ്. 2, ഇതിലൊരു ഭാഗം വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ലഭിച്ചിട്ടുണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായിട്ട് പോൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വേരുറപ്പുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി നിയമസഭാ മണ്ഡലം. അവിടെയാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമുള്ളത്, 64%. ഇത് ഇടതുപക്ഷത്തെ വലിയ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ തീരദേശ മേഖലയിൽ ഈ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ഈ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ വേണ്ട പോലെ പോളിംഗ് നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. മൂന്നാമതായിട്ട് അത് UDFനെ ബാധിക്കുന്ന ഒന്നാണ്. UDFന്റെ വോട്ട് ബാങ്കുകളിൽ പ്രധാനമായിട്ടും കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് തൃത്താലയും പൊന്നാനിയും തവനൂരും. ഇവിടെ നിന്നും UDFന് ലഭിക്കേണ്ട കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അത് BJPക്ക് അനുകൂലമായിട്ട് പോയി എന്നൊരു കണക്കാക്കലാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അങ്ങനെ ഒരു വോട്ട് ചോർച്ച ഈ കോൺഗ്രസിൽ നിന്നും BJPയിലെ ഉണ്ടെങ്കിൽ അവിടെ ചെറിയ സാധ്യത ഇടതുപക്ഷം കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആശങ്കയിലാക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം, ഒന്ന്, സമസ്തയുടെ വോട്ടുകൾ വിചാരിച്ചതുപോലെ മുഴുവനായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ലഭിച്ചിട്ടില്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ. 2, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പോൾ ചെയ്തിട്ടില്ല എന്നൊരു കണക്കാക്കൽ. ഈ 2 സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണക്കാക്കിയ വോട്ടുകളിൽ എത്ര, അതായത് ഈ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സാമുദായിക സംഘങ്ങളിൽ നിന്നും കണക്കാക്കിയ വോട്ടുകളിൽ എത്ര ശതമാനം ലഭിച്ചു എന്ന കൃത്യമായൊരു ധാരണ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വലിയ ഒരു ഭൂരിപക്ഷത്തിലുള്ള വിജയം ഇടതുപക്ഷം ഒരിക്കലും ഇത്തവണ UDFന് ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നില്ല. തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും അതൊരു മിനിമൽ മാർജിന്, അതായത് ഒരു 20,000-നും 30,000-നും ഇടയ്ക്ക് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴും അനുമോദന ഭാഗത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ പൊന്നാനിയിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയില്ല. അങ്ങനെ ഒരു അട്ടിമറി ജയത്തിനുള്ള സാധ്യത വളരെ തീർച്ചയായും. അതായത് ഹംസയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ വോട്ടുകൾ പിളർത്താൻ പറ്റുമെന്ന ചില സാഹചര്യങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഈ സമദാനിയോടുള്ള, അതായത് ലീഗ് പ്രവർത്തകർക്ക് വേണ്ടത്ര തൃപ്തിയില്ല എന്ന തരത്തിലൊക്കെയുള്ള ചില റിപ്പോർട്ടുകളും ഒരു ഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ എന്തായാലും വ്യത്യസ്തമായ ഒരു സാഹചര്യം ആണ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ അട്ടിമറി വിശകലനം കൂടെ ബാക്കിയുണ്ട്. നമുക്ക് KPO റഹ്മത്തുള്ള മാധ്യമ പ്രവർത്തകൻ കൂടെ നമുക്കൊപ്പം ചേരും. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് എത്താം. ചെറിയ ഇടവേള.